السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وآله وصحبه أجمعين പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് എന്ന പേര് പറയുമ്പോൾ തന്നെ അള്ളാഹ്ക്ക് കൊടുക്കുന്ന വിവിധ ക്വാളിറ്റികളിൽ നിന്ന്, അള്ളാഹിന്റെ കൂടെ പറയുന്ന വിവിധ ക്വാളിറ്റികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റഹ്മാനുർ റഹീം, കരുണ ചെയ്യുന്നവൻ. ദുനിയാവിൽ എല്ലാവർക്കും കരുണ ചെയ്യുന്നവർ, ആഖിറത്തിൽ ഇഷ്ടക്കാർക്ക് മാത്രം കരുണ ചെയ്യുന്നവർ. ഇങ്ങനെ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് റഹ്മാൻ റഹീം. അള്ളാഹു കരുണ ചെയ്യുന്നവരാണ് എന്നത്, അള്ളാഹു കരുണ ചെയ്യുന്നവനാണ് എന്നത്. അപ്പൊ കരുണ ഒരു മനുഷ്യന്റെ, ഒരാളുടെ ഏറ്റവും വലിയ വിശേഷണമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല അയച്ചപ്പോൾ എന്താ പറഞ്ഞത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് കരുണ ചെയ്യുന്നവരായിട്ടാണ് നബിയെ അങ്ങയെ അയച്ചത് എന്ന്. അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് കരുണ. കരുണയില്ലാത്ത ഒരു സൃഷ്ടിയും അള്ളാഹുവിന്റെ ഭൂമിയിലില്ല. എന്റെ റഹ്മത്ത് എല്ലാ ജീവികൾക്കും അള്ളാഹു തആല ഓഹരി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് ഖുദ്സിയായ ഹദീസിൽ കാണാം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് കരുണ അത് എല്ലാവർക്കും വേണ്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചു. ആ സമയത്ത് അഖ്റ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന സ്വഹാബി അടുത്തുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ അശറത്തം മിനൽ ഔലാദ്, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദ, ഒരാളെയും ഞാൻ ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മല്ലാ യർഹമു ലാ യുർഹം, കരുണ ചെയ്യാത്തവർക്ക് കരുണ കിട്ടൂല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ച് അഅറാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് എന്നിട്ട് നബിയോട് ചോദിച്ചു, ഹൽ തുകബ്ബിലൂന സിബിയാനക്കും, നിങ്ങൾ നിങ്ങളെ മക്കളെയൊക്കെ ചുംബിക്കാറുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉണ്ട്. എന്നാ ഞങ്ങൾ ആരും അത് ചെയ്യാറില്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച്, അവ അംലിക്കു അൻകാനല്ലാഹു നസഅ മിൻ ഖുലൂബിക്കുമുർ റഹ്മ, നിങ്ങളെ മനസ്സിൽ നിന്ന് അല്ലാഹു റഹ്മത്ത് ഊരിക്കളഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, റഹ്മത്ത് അത് എല്ലാവർക്കും വേണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ ആവർത്തിക്കേണ്ടതും പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നതുമാണ് യാ അർഹമർ റാഹിമീൻ എന്ന്. യാ അർഹമർ റാഹിമീൻ, ഇത് ആവർത്തിച്ച് ദുആയിൽ കൊണ്ടുവരണം. നമ്മുടെ ഹദ്ദാദിന്റെ അവസാനം കണ്ടല്ലോ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്ന പടച്ചവനെ എന്ന് ദുആയിൽ കൂടെ പറഞ്ഞാൽ ആ ദുആ പെട്ടെന്ന് സ്വീകരിക്കും എന്നാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ദുആയിൽ അത് ഉൾക്കൊള്ളിച്ചത്. റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ, പടച്ചോനെ എനിക്ക് ഇടങ്ങേറ് വന്നിട്ടുണ്ട്, നീ അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനാണ് എന്ന്. അല്ലാഹ് എന്ന പേരിന്റെ കൂടെ ചേർക്കുന്ന ഒരുപാട് പേരുകൾ അള്ളാഹ്ക്കുണ്ടെങ്കിലും കൂടെ ചേർക്കുന്ന പേരാണ് റഹ്മാൻ. അള്ളാഹു പറഞ്ഞു, ഖുലിദുല്ലാഹ അബിദുർ റഹ്മാൻ, ഒന്നുകിൽ നിങ്ങൾ അള്ളാഹ്ന്ന് വിളിച്ചോളി, അല്ലെങ്കിൽ നിങ്ങൾ റഹ്മാനെ എന്ന് പറഞ്ഞോളി എന്ന് അള്ളാഹു തആല തന്നെ പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുആയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടതാണ് യാ അർഹമർ റാഹിമീൻ എന്നുള്ള ആ ഒരു വാക്ക്. റഹ്മത്ത് അത് ഓരോ മനുഷ്യന്റെയും കൽബിൽ ഉണ്ടാവേണ്ടതാണ്. ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ,
ഭൂമിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ കരുണ ചെയ്യുക, എന്നാൽ ആകാശത്തിന്റെ അധിപനായ റബ്ബ് നിങ്ങൾക്കെല്ലാവർക്കും കരുണ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അല്ലാഹു തആല നല്ല കരുണയുള്ള അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ദർസിനെയും നമ്മുടെ ഹിഫ്ളിനെയും ഒക്കെ സഹായിക്കുന്നവർ, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നവര്, അതിലേക്കൊക്കെ സംഭാവന ചെയ്യുന്നവര്, എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.